ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മുടെ ഇഷ്ടവിശേഷങ്ങളായ പവിത്രത്തിന്റെ ഒരു അടിപൊളി വിശേഷമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പം തന്നെ നമ്മൾ തുടങ്ങുമ്പോൾ തന്നെ കാണുന്നത് വേദനയാണ്. അപ്പൊ വേദ വീട്ടിലെത്തിയിരിക്കുകയാണ്. അപ്പൊ മുത്തശ്ശിയും അതുപോലെ തന്നെ ദീപ്തിയും പിന്നെ ബാക്കി ശ്രീകാന്തും വർഷയും ഒക്കെ നിപ്പുണ്ട് കേട്ടോ. അപ്പൊ ദീപ്തി ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചേച്ചി എന്തായി ചെയ്യുന്നതെന്നൊക്കെ ചോദിച്ചപ്പോഴത്തേനും മുത്തശ്ശി ഇങ്ങനെ പറയാണ്, അവളെ പിടിച്ചു നിർത്താൻ ശ്രമിക്കരുതെന്ന് നിങ്ങളുടെ അച്ഛൻ നിങ്ങളോട് ഇപ്പൊ പറഞ്ഞതല്ലേ, ഇനി ആരും അതിൽ ശ്രമിക്കണ്ട എന്ന് പറഞ്ഞു. ചേച്ചിയുടെ മനസ്സിൽ ഈ കുഴപ്പങ്ങൾ മൊത്തം ഉണ്ടാക്കുന്നത് ഈ മുത്തശ്ശി ഒരാളാ. പക്ഷെ ചേച്ചിക്ക് ഇപ്പൊ അത് മനസ്സിലാവില്ല എന്ന് പറഞ്ഞുകൊണ്ട് ദീപ്തി ദേഷ്യപ്പെട്ട് അകത്തേക്ക് കയറിപ്പോയിട്ടോ. ഇനി ആലോചിക്കാനൊന്നുമില്ല, വേഗത്തിൽ ചെന്ന് കിടന്ന് കിടന്ന് ഉറങ്ങാൻ നോക്ക് എന്ന് പറഞ്ഞിട്ട് വർഷയും കൂട്ടിക്കൊണ്ട് ശ്രീകാന്ത് അങ്ങോട്ടേക്ക് പോയി. അപ്പൊ മുത്തശ്ശി ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പൊ നമ്മുടെ വേദയാണെങ്കിൽ ആ താലിയെ പിടിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്നു. പിന്നെ നമ്മൾ കാണുന്നത് കമലാമേനെയാണ് കേട്ടോ. അപ്പൊ വിക്രം അങ്ങോട്ടേക്ക് എന്ന്, ആരും ഉറങ്ങിയില്ലേ? ഞങ്ങൾ എങ്ങനെ ഉറങ്ങാനാടാ? വേദയും കൊണ്ട് എങ്ങോട്ടാ നീ പോയതെന്ന് അറിയാനായിട്ടുള്ള ടെൻഷൻ കൊണ്ടാ. ആർക്കാ? ഏട്ടത്തിക്കോ? ഏയ് എനിക്കല്ല, അമ്മയ്ക്ക് ആകെ സങ്കടപ്പെട്ടിരിക്കുക എന്ന് പറഞ്ഞു. അതെയോ? ആണോ അമ്മേ? ശരിയാണോ എന്ന് ചോദിച്ചു. എടാ, വലിയ വീട്ടിലെ കുട്ടിയാടാ, നമ്മുടെ വീട്ടിലേക്ക് വന്നിട്ട് അതമ്മേ കാര്യം. ഇങ്ങനെയുള്ളവരൊന്നും നമ്മുടെ വീട്ടുമുറ്റത്ത് വന്ന് കഷ്ടപ്പെടാറുള്ളവരല്ല. അതിന് നീ എന്നിട്ട് എന്ത് ചെയ്തു എന്ന് ചോദിച്ചു. അതിന് ഏറ്റവും ചേരുന്ന സ്ഥലത്ത് തന്നെ അതിനെ കൊണ്ടാക്കിയിട്ടുണ്ട്. എന്നാ പിന്നെ ഏറ്റവും നല്ലത് മാനസിക ആശുപത്രി വല്ലതും ആയിരിക്കും നദിനി. അല്ലമ്മേ, അത് പിന്നെ താലി എന്ന് പറഞ്ഞ ഒരു ഭ്രാന്ത് പോലല്ലേ, അതുകൊണ്ട് ഞാൻ വെറുതെ തമാശക്ക് പറഞ്ഞതാ എന്ന് പറഞ്ഞു നന്ദിനി. അവളുടെ വീട്ടിൽ തന്നെ കൊണ്ടാക്കിയിട്ടുണ്ട്. എന്താ പോരെ അമ്മേ എന്ന് ചോദിച്ചു. ഇനി ആ പേരില് ആരും പേടിക്കണ്ട. പെട്ടെന്ന് കുടുംബനാഥനായ സുധാകരൻ മാഷ് എന്താ സന്തോഷായില്ലേ? ഇടയ്ക്ക് എഴുന്നേൽക്കുമ്പോ സുധാകരൻ മാഷിനോട് അമ്മയൊന്ന് പറഞ്ഞേരെ എന്ന് പറഞ്ഞ് ഇവൻ ഔട്ട് ഹൗസിലേക്ക് അങ്ങ് പോവാണ് കേട്ടോ. അപ്പൊ നന്ദിനിക്ക് ഭയങ്കര സന്തോഷമായി. നന്ദിനി അകത്തേക്ക് കയറിപ്പോയി. അപ്പൊ ശ്രീജ അമ്മേ എന്ന് വിളിച്ചപ്പോഴത്തേനും ലൈറ്റ് ഓഫ് ആക്കിയിട്ട് കിടക്കാൻ നോക്ക് എന്ന് പറഞ്ഞ് കമലയും അകത്തേക്ക് കയറി പോവാണ്. പിന്നെ പിറ്റേ ദിവസം രാവിലെ വിക്രം എഴുന്നേറ്റ് കഴിഞ്ഞപ്പോഴത്തേനും വിക്രത്തിന് പെട്ടെന്ന് അവളെ ഓർമ്മ വന്നത്. വേഗം തന്നെ ആള് ജനല് തുറന്ന് നോക്കുകയാണ്, ഇനി അവിടെ എങ്ങാനും വന്ന് ഇരിപ്പുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട്. നോക്കിയപ്പോ ആരെയും കണ്ടില്ല. പിന്നെ നമ്മുടെ വിക്രം വീട്ടിൽ കൊണ്ടുവിട്ടപ്പം അവള് വിളിച്ച ആ കാര്യങ്ങളും അവളോട് പറഞ്ഞ കാര്യങ്ങളും ഒക്കെ മനസ്സിലേക്ക് ഓടി എത്തിയിട്ടോ വേഗം. എങ്കിലും അവളോട് എവിടെയോ ഒരു കോണില് കുറച്ച് സ്നേഹം നമ്മുടെ വിക്രത്തിന്റെ മനസ്സിൽ ഉണ്ട്. പിന്നെ നമ്മൾ കാണുന്നത് രാധേനെയാണ്. രാധ ഭയങ്കര സന്തോഷത്തിലാണ്. രാവിലെ തന്നെ കയ്യില് കുറച്ച് സ്വീറ്റ്സ് ഒക്കെ ആയിട്ടാണ് ആൾ അങ്ങോട്ടേക്ക് വരണത്. അപ്പൊ വേണ്ട അവിടെ ഇരിപ്പുണ്ട് നമ്മുടെ വിക്രം പല്ലൊക്കെ തേച്ചിട്ട് അങ്ങോട്ടേക്ക് വരുവാണ് കേട്ടോ. അല്ലെങ്കിലും ഹീറോ, ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ നടക്കുമെന്ന് എനിക്കറിയായിരുന്നു. വർക്ക്ഷോപ്പത്തിൽ വന്ന അച്ഛൻ വന്ന് വഴക്കുണ്ടാക്കാൻ നോക്കിയപ്പോ ഞാൻ പറഞ്ഞത് ഓർമ്മയില്ലേ? എനിക്ക് വിക്രമേട്ടനെ വലിയ വിശ്വാസമാണ്. എന്താ വേണമെങ്കിലും ഞാന് ശരിക്കും പറഞ്ഞാൽ ഈ പറഞ്ഞ സന്തോഷ വാർത്ത പറഞ്ഞു കേട്ടപ്പോ തന്നെ എനിക്ക് വെറും കൈയോട് വരാൻ തോന്നിയില്ല. ഇന്ന് ശ്രീധരേട്ടന്റെ ബേക്കറി ഉറപ്പിച്ച സ്വീറ്റ്സ് വാങ്ങിയാൻ ഞാൻ വന്നത്. ഇത്തരം കാര്യങ്ങളൊക്കെ സെലിബ്രേറ്റ് ചെയ്തില്ലെങ്കിൽ പിന്നെ മനുഷ്യർക്ക് എന്നാ മനുഷ്യരെ സന്തോഷിക്കാനുള്ളത്? പറ വിക്രമേട്ട, ഏട്ടത്തി എടുക്ക എന്ന് പറഞ്ഞു. അപ്പൊ ശ്രീജ പറഞ്ഞു, എനിക്ക് വേണ്ട രാധേ, എനിക്കെന്താണേലും ഒരെണ്ണം വേണം എന്ന് പറഞ്ഞു നന്ദിനി അങ്ങോട്ടേക്ക് വന്നു കേട്ടോ. അപ്പൊ നന്ദിനി ഇന്ന് രാവിലെ ഏട്ടത്തി ഫോൺ വിളിച്ച് പറഞ്ഞപ്പോ മുതല് ഞാൻ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുമായിരുന്നു. അമ്മയ്ക്ക് വിക്രമേട്ടനെ പറ്റി എപ്പോഴും ഒരു സംശയം ഉണ്ടായിരുന്നു. ഇതോടെ ആ സംശയം അങ്ങ് മാറിക്കിട്ടി. ഇത്ര സന്തോഷിക്കാൻ മാത്രം നന്ദിനി എന്താ വിളിച്ചു പറഞ്ഞത്? അത് പിന്നെ അല്ല, ആ പെണ്ണിനെ വിക്രമേട്ടൻ തിരിച്ച് വീട്ടിൽ കൊണ്ടുപോയിട്ടില്ലേ? ആ കാര്യം. ഓഹോ, അപ്പോഴേക്കും കാര്യം അറിയിച്ചല്ലേ? നോയൊന്നുമല്ലല്ലോ. അതെ, അവന് താല്പര്യമില്ലാത്ത കൊണ്ടാക്കിയതല്ലേ? അല്ല, ഇതിനിപ്പോ എന്താ ഇത്ര വലിയ കാര്യം എന്ന് ചോദിച്ചു. നീ ഒരു ലഡു ഇങ്ങതാ എന്ന് പറഞ്ഞ് കഴിക്കാണ് കേട്ടോ നന്ദിനി. ഒരെണ്ണം കഴിക്ക എന്ന് പറഞ്ഞ് വിക്രമന് കൊടുത്തപ്പോ വിണ്ടാതെ പോടി അവിടെന്ന് എന്ന് പറഞ്ഞു. അയ്യോ, ഇതെന്താ കയ്യില്? എന്ത് പറ്റി? നല്ലോണം മുറിഞ്ഞിട്ടുണ്ടല്ലോ. നീ പോവാൻ നോക്ക്. കൈ മുറിഞ്ഞോ? എങ്ങനെ എന്ന് പറഞ്ഞു. നോക്ക് ശ്രീജേച്ചി, ചെറിയ മുറിവൊന്നുമല്ല. വിക്രമേട്ടൻ വന്നേ, നമുക്ക് ആശുപത്രി പോവാം. ഛേ, ഇത് എന്തൊരു ശല്യം ഇത് എന്ന് ചോദിച്ചോണ്ട് ഇങ്ങനെ നിൽക്കാണ്. ഒരു വേതാളത്തെ ഒഴിവാക്കിയതേ ഉള്ളൂ, ദേ ഇപ്പൊ അടുത്തത് കയറിയിരിക്കുന്നു. ഒന്ന് പോയി തരുന്നുണ്ടോ? ദേ സ്റ്റിച്ച് ഇടാനുള്ള മുറിവുണ്ട്. ഇതെങ്ങാനും പഴുത്താലോ എന്ന് കരുതിയിട്ടാ ഞാന്, മറ്റൊന്നും കൊണ്ടല്ല എന്ന് പറയണം. മുറിവ് സാരമുള്ളതാണെങ്കിൽ ആശുപത്രി പോണം. രാധ പറഞ്ഞത് ശരിയാ. ഇന്നലെ രാത്രി മുതൽ ഒന്നും കഴിച്ചിട്ടില്ല. ഏട്ടത്തിയാ ഒന്ന് കഴിക്കാനുണ്ടാക്ക്. ഇതറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ കൊണ്ടുവന്നേനല്ലോ. എന്തിനാ? ഇവിടെ മാവിരിപ്പുണ്ട്, ഞാൻ ദോശ തരാൻ നിനക്ക്. വിക്രമേട്ടൻ ഇഷ്ടമുള്ള കാന്താരി ചമ്മന്തി ഞാനുണ്ടാക്കാം എന്ന് പറഞ്ഞു. ഹീറോ ഒഴിവാക്കിയ വേതാളം ഇനി തിരിച്ചു വരുവോ ആവോ?
നോ ചാൻസ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വിക്രം അപ്പുറത്തേക്ക് മാറിപ്പോവാണ് കേട്ടോ. അപ്പൊ നന്ദിനിയും ബാക്കി എല്ലാവരും അവിടെ നിൽപ്പുണ്ട്. അപ്പൊ ഇവൻ അപ്പുറത്തേക്ക് ഔട്ട് ഹൗസിലേക്ക് വിക്രം അങ്ങോട്ടേക്ക് പോവുകയും ചെയ്തു. രക്ഷപ്പെട്ടില്ലേ? അതെ, ഈ കേട്ട സന്തോഷത്തിലെ ഈ സീറ്റ് ബോക്സിങ് അന്നേനെ എന്ന് പറഞ്ഞ നന്ദിനി ഇതും എടുത്തോണ്ട് നേരെ അകത്തേക്ക് കയറിപ്പോവാണ്. കൂടുതൽ സന്തോഷിക്കേണ്ട, കഥയിലെ വേതാളം വിക്രമാദിത്യനെ വിട്ട് ഒരിക്കലും പോയിട്ടില്ല എന്ന് വേഗം ശ്രീജ അങ്ങോട്ടൊക്കെ പറഞ്ഞു കേട്ടോ. പോ എന്നുള്ള മട്ടില് നാഥ ഇങ്ങനെ നിൽക്കുകയാണ്. ശ്രീജ അവന് അത്ര ഇഷ്ടപ്പെട്ടൊന്നുമില്ല. പക്ഷെ ശ്രീജയ്ക്ക് നമ്മുടെ വേദന തന്നെയാണ് കേട്ടോ ഇഷ്ടം. കമലയ്ക്കും അതുപോലെ തന്നെ. അപ്പൊ പിന്നെ നമ്മൾ കാണുന്നത് മുത്തശ്ശീനെയും അതുപോലെ തന്നെ വേദനയാണ്. അപ്പൊ രണ്ടുപേരും ഒരു ജോത്സ്യരെ കാണാൻ തിരുമേനിയുടെ അടുത്തേക്ക് പോയിരിക്കുകയാണ്. കബഡി നിർത്തി വിവാഹ ജീവിതവും പിന്നെ അതുപോലെ തന്നെ ദാമ്പത്യ ജീവിതവും ഒക്കെ ഈ കുട്ടിക്ക് വിധിച്ചിട്ടുള്ളതാണ്. ഉമാ മുകേഷ് സന്നിധിയില് തുലാമാസം 31-ാം തീയതി നടന്നതിനാൽ ഈശ്വരന്റെ നിശ്ചയം അത് അച്ചട്ടാണെന്ന് നിശ്ചയിക്കാം എന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. അപ്പൊ ഇങ്ങനെ നോക്കണം, താലികെട്ടിയ പുരുഷന്റെ ജന്മനക്ഷത്രം ജനിച്ച മാസവുമായി ഗണിച്ചു നോക്കുമ്പോ 10-ൽ 8-ല് പൊരുത്തവും കാണുന്നുണ്ട്. ഈശ്വര എന്ന് പറഞ്ഞു. അഷ്ടമത്തിൽ ശനി ആയതുകൊണ്ട് അയാൾക്ക് ഇപ്പൊ ഇത്തിരി ദോഷകാലമാണ്. പക്ഷെ അതോർത്ത് പേടിക്കേണ്ടതില്ല. സാവിത്രി അമ്മ നോക്കിക്കോളൂ, ഏറ്റവും നല്ലൊരു ദാമ്പത്യമായിരിക്കും ഈ കുട്ടി ഇനി ജീവിതത്തിൽ അനുഭവിക്കാൻ പോണത് എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഒരു പേടിയും വേണ്ട. അപ്പൊ സാവിത്രി അമ്മയ്ക്ക് ഭയങ്കര സന്തോഷമായിട്ടോ. അത് മുത്തശ്ശിക്ക്. മുത്തശ്ശി ഇങ്ങനെ നോക്കാണ്, കുട്ടിക്ക് എന്തെങ്കിലും സംശയം ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ ഇങ്ങനെ നിൽക്കാണ് കേട്ടോ, മിണ്ടാതെ. എന്താ പറഞ്ഞോളൂ, ധൈര്യമായിട്ട് പറഞ്ഞോളൂ എന്ന് പറഞ്ഞു. അപ്പൊ ഇങ്ങനെ മുന്നില് ഒരു വിളക്ക് വെക്കുക കേട്ടോ. ഇത് ഉമാമഹേശ്വര ക്ഷേത്രത്തില് ഭഗവാന് ചേർത്തിയ കൂവളമാലയാണ്. അതിൽ നിന്ന് ഒരു പ്രാർത്ഥിച്ചുകൊണ്ട് ഒരു ഇല എടുത്തോളൂ എന്ന് വേദയോട് പറഞ്ഞു. അപ്പൊ വേദ മോളെ നീ എടുക്ക എന്ന് മുത്തശ്ശിയും പറഞ്ഞപ്പോഴത്തേനും വേദ പ്രാർത്ഥിച്ചുകൊണ്ട് ഒരില എടുക്കാണ് കേട്ടോ. ഇലയെടുത്ത് കയ്യെ പിടിച്ചിട്ട് ഇങ്ങനെ നിന്ന് പ്രാർത്ഥിക്കുകയാണ് കേട്ടോ. അപ്പൊ ഇലയുടെ അകവോ പുറവോ ഭഗവാന്റെ മനസ്സാണെന്ന് നിശ്ചയിച്ച് നിലവിളക്കിന്റെ മുന്നിലേക്ക് അർപ്പിച്ചോളൂ. ചെല്ലു മോളെ, മടിക്കണ്ട, ചെയ്തോളൂ എന്ന് പറഞ്ഞു. എന്താണ്, ഒരുപാട് ചോദ്യങ്ങൾക്ക് ഉത്തരങ്ങൾ കിട്ടും. ഒരുപാട് പേര് ഇതുവഴി ഒരുപാട് ജീവിതങ്ങൾ തെരഞ്ഞെടുത്തിട്ടുണ്ടെന്ന് മനസ്സിലാക്കിക്കോളൂ എന്ന് പറഞ്ഞു. ഈ കൂവളത്തിന്റെ ഇല വേദ അങ്ങോട്ടേക്ക് എന്താ പറയാ ഭഗവാന്റെ സന്നിധിയിലേക്ക് ഇടുകയാണ് കേട്ടോ. അപ്പൊ നേരെ തന്നെ ഇങ്ങനെ നേരെ ആയിട്ട് ആലിലെ താലി വീഴുന്നത് പോലെയാണ് നേരെ ചെന്നാണ് ഇത് വീഴുന്നത്. അപ്പൊ തിരുമേനി ഇങ്ങനെ ചോദിക്കാണ്, എന്താ തീരുമാനം എന്ന് ചോദിച്ചു. എന്തെന്നാണ് മനസ്സിൽ വിചാരിച്ചത്? ശരിയായിട്ടാണോ വന്നത് എന്ന് ചോദിച്ചു. അതെ, പോണം. ഭഗവാൻ എന്താ പറഞ്ഞത് കുട്ടിയോട്? പോകാനാണ് പറയുന്നത് എന്ന് പറഞ്ഞു. ഓ, അപ്പം എല്ലാവർക്കും സന്തോഷമായിട്ടോ. അപ്പം മുത്തശ്ശിക്ക് സന്തോഷമായി. എങ്കിൽ അതാണ് സന്തോഷത്തോടു കൂടി തന്നെ കുട്ടി പോയി വരും, എല്ലാം മംഗളമാകും എന്ന് പറഞ്ഞ് തിരുമേനി പറഞ്ഞയക്കാണ്. അപ്പൊ പറഞ്ഞയച്ചു. അപ്പൊ വേദ ബാഗൊക്കെ വണ്ടിയിൽ നിന്ന് എടുക്കുകയാണ്. മുത്തശ്ശിനെ ഞാൻ കൊണ്ടുവന്നാക്കാം. വേണ്ട മുത്തശ്ശി, ഞാൻ പോയിക്കോളാം. ആ ബാഗിലെ ഞാനൊരു ഫോൺ വെച്ചിട്ടുണ്ട്. മോൾക്ക് എപ്പോൾ വിളിക്കണം എന്ന് തോന്നിയാലും വിളിക്കാം. പിന്നെ ആ വീട്ടില് ഒരു കുഴപ്പവും സംഭവിക്കില്ല. ഒരു ആപത്ത് വന്നപ്പോ എല്ലാവരോടെ മോളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഓടി വന്നില്ലേ? ധൈര്യമായിട്ട് ഇരിക്കുന്നീയ. അതിന്റെ ദൈവം പരമശിവനാണ്, കാലനായ മഹാകാലൻ. ആ ഭഗവാൻ ഒന്ന് നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ അതിനു മുന്നിൽ ഒരു നിയോഗവും കാണും. അതുകൊണ്ട് മോൾ ഒന്നുകൊണ്ട് വിഷമിക്കേണ്ട. ഇനി എല്ലാം കാലം തന്നെ തീരുമാനിക്കട്ടെ, നന്നായി വരും എന്നൊക്കെ പറഞ്ഞ് മുത്തശ്ശിയുടെ അനുഗ്രഹമൊക്കെ വാങ്ങി വേദ വീണ്ടും ആ പടിയിലേക്ക് ചെല്ലുകയാണ്. അപ്പൊ പിന്നെ കാണുന്നത് നമ്മുടെ ശ്രീചേച്ചി ദോശ ചുട്ട് നമ്മുടെ വിക്രത്തിന് കൊടുക്കുന്നു. അപ്പൊ അപ്പുറത്ത് നന്ദിനിയുണ്ട്. പിന്നെ പറയണ്ടല്ലോ, വേതാളം പോയപ്പോൾ അടുത്ത ആള് കയറിയിട്ടുണ്ട്, നമ്മുടെ രാധ. അപ്പൊ രാധ അവിടെ നിൽക്കുകയാണ് കേട്ടോ. അപ്പൊ ശ്രീജ ഇങ്ങനെ ദോശ ചുട്ട്, അതെ വിക്രമേട്ട കഴിച്ചു നോക്കിയിട്ട് അതെ കൈ സൂക്ഷിക്കണം കേട്ടോ. എന്റെ രാധേ, നിന്റെ കാന്താരി ചമ്മന്തി എന്ത് ടേസ്റ്റാ, 2 ദോശ കൊഴിക്കാനേ തോന്നുള്ളൂ. വിക്രമിന്റെ ഭാഗ്യം എന്ന് നന്ദിനി ഇങ്ങനെ പറയാണ്. എല്ലാ ദിവസവും ചമ്മന്തി കഴിക്കാമല്ലോ അല്ലേ രാധേ? ആ, അതെന്താ നീ ഓട്ടോറിക്കൽ നിർത്തിയിട്ട് നീ അടുക്കളപ്പണിക്ക് നിൽക്കാൻ പോവാണോ എന്ന് ചോദിച്ചു വിക്രം. അല്ല, അതെ, അങ്ങനെ നിൽക്കാനുള്ളൊരു അവസരം വിക്രമേട്ടനും ഏട്ടത്തിമാരോടൊന്നും ഉണ്ടാക്കി തന്നാൽ മാത്രം മതി. ഈ ചമ്മന്തി ഇച്ചിരി കഴിച്ചേ കൊണ്ടുപോടുന്ന എന്ന് പറഞ്ഞു. ശ്രീചേച്ചി അമ്മയുടെ ആ ചട്നി ഇങ്ങ് തന്നെ എന്ന് പറഞ്ഞു. തരാലോ എന്ന് പറഞ്ഞ് ശ്രീജേടത്തി കൊണ്ടുപോയിന്ന് അമ്മ ഒഴിച്ച് ചട്നി കൊടുക്കുകയാണ് കേട്ടോ. ഓ, ശരിക്കും പറഞ്ഞാൽ ഈ ശ്രീജേടത്തിയും പിന്നെ അമ്മയും ഞങ്ങള് സീരിയസ് ആകുന്നില്ല. നീ പറയുന്ന ഏത് കാര്യത്തിലാ സീരിയസ് ആകേണ്ടത് എന്ന് ചോദിച്ചു. അല്ല, ഞങ്ങളുടെ രണ്ടുപേരുടെ കല്യാണക്കാര്യത്തിന്റെ കാര്യമാണ് ശ്രീചേച്ചി ഞാൻ പറഞ്ഞത് എന്ന് പറഞ്ഞു. മനസ്സിലാവുന്നുണ്ട്.
അപ്പൊ ശ്രീജ ദോശ ചുട്ട് വിക്രത്തിനും കൊണ്ട് കൊടുത്തോണ്ടിരിക്കുകയാണ്. ഇത് കണ്ടിട്ട് ഒട്ടും സഹിക്കുന്നില്ല കേട്ടോ രാധയ്ക്ക് ചെയ്യണമെന്നാണ്. നിങ്ങൾ രണ്ടേട്ടത്തിമാർക്കും കാര്യങ്ങളൊക്കെ അറിയാലോ. അപ്പൊ അച്ഛൻ്റെ അടുത്ത് സംസാരിച്ച നിങ്ങൾക്ക് എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്താ എന്താ ഒരു പ്രശ്നം എന്ന് ചോദിച്ചു. ഒന്നുമില്ലെങ്കിലും നമ്മൾ 3 പേരും അന്യ വീട്ടിൽ നിന്ന് വന്നതല്ലേ, അപ്പൊ ഒരു ഒത്തൊരുമയൊക്കെ വേണ്ടേ, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് എന്ന് പറഞ്ഞു. ഏതായാലും അബദ്ധത്തിൽ താലി കിട്ടിയ ആളങ്ങ് പോയി. ഇനി എന്റെ കാര്യത്തില് വിക്രമേട്ടൻ ഒന്ന് സീരിയസ് ആവണം. ഏട്ടത്തി, ഇതിന്റെ വാ അടപ്പിക്കാൻ എന്താ ഒരു വഴി എന്ന് ചോദിക്കണം. പോ അവിടുന്ന് എന്ന് പറഞ്ഞുകൊണ്ട് വേഗം തന്നെ പുറത്തേക്ക് ഇറങ്ങി പോവാണ്. എടാ ഇതൂടെ കഴിച്ചിട്ട് പോ എന്ന് പറഞ്ഞ ശ്രീജ. അപ്പൊ എന്റെ പൊന്നിരാതെ, അവന് നിന്നോട് അങ്ങനെ ഒരു തോന്നലില്ല എങ്കിൽ പിന്നെ നീ പിന്നാലെ നടന്നിട്ട് എന്താ കാര്യം? അത് ശ്രീജോച്ചിക്ക് വെറുതെ തോന്നുന്നതാ. ഇപ്പോഴും രാധ പറഞ്ഞിട്ട് നോ നോ എന്നൊരു പറഞ്ഞില്ലല്ലോ. അങ്ങനെ പറഞ്ഞു കൊടുക്കുന്ന നന്ദിനി അടുത്തി. ദേ നോക്കിക്ക്, എനിക്കറിയാം ആ മനസ്സിൽ എനിക്കൊരു സ്ഥാനമുണ്ട്. അവിടെ കയറിയിരിക്കാൻ ഞാൻ വേറെ ആരെയും സമ്മതിക്കില്ല, ഉറപ്പ്. ഇനിയിപ്പോ അമ്മ ഉണ്ടാക്കിയ ചമ്മന്തിയാണ് ഇഷ്ടമെങ്കിൽ അത് ഞാൻ വിളമ്പിക്കോളാം, എന്താ പോരെ എന്ന് ചോദിച്ചാൽ ഇവള് ചമ്മന്തി എടുത്ത് നേരെ വിക്രത്തിന്റെ പുറകെ ചെല്ലാണ്. ഇതാ ചട്നി എന്ന് പറഞ്ഞു. അപ്പൊ വേഗം തന്നെ വിക്രം, നിന്നോട് ആരാടി ചട്നി ചോദിച്ചത് എന്ന് ചോദിച്ച് ചൂടാകണം. പിന്നെ എന്റെ മനസ്സിൽ നീ എന്നല്ല ഒരു പെണ്ണിനെ സ്ഥാനമില്ലെന്നല്ലേ അത് 100 വട്ടം ഞാൻ കേട്ടിട്ടുള്ളതാ. പക്ഷേ മോനെ വിക്രമ, നിങ്ങളാണുങ്ങളെ എത്ര അങ്ങോട്ട് വിശ്വാസം പോരട്ടോ എന്ന് പറഞ്ഞു. പണ്ട് വിശ്വാമിത്രം മൂലം മേനകയെ കണ്ട ഇളകിപ്പോയി എന്ന കഥ, അതുപോലെ ഈ മനസ്സൊന്ന് ഇളകിയിട്ട് ഒരുത്ത് കയറിയിരുന്ന അപ്പൊ അങ്ങനെ പറ്റിപ്പോയി എന്ന് കേൾക്കാൻ എനിക്ക് സൗകര്യമില്ല. അതുകൊണ്ട് വിക്രമണ്ണെ എന്നെ തന്നെ അങ്ങോട്ടേക്ക് അങ്ങ് മോഹിച്ചാൽ മതി കേട്ടോ. ദാ ചട്നി കുടിക്കുക, അവളുടെ ഒരു ചൊണ്ണി വന്നിരിക്കുന്നു. ഈ സമയത്താണ് നമ്മുടെ വേദ ബാഗും ഒക്കെ ആയിട്ട് വരുന്നത്. അപ്പൊ ഞെട്ടി തരിച്ച് നിൽക്കുകയാണ് എല്ലാവരും. ആളങ്ങോട്ടേക്ക് വന്നു, ഒന്നും നോക്കിയില്ല, വേഗം തന്നെ ചെരുപ്പ് അങ്ങോട്ടേക്ക് പോയി. എന്നിട്ട് വീടിനകത്തേക്ക് ഇടിച്ച് അങ്ങോട്ടേക്ക് കയറുകയാണ്. അപ്പൊ കമലയും ആ സൈഡിൽ ഇങ്ങനെ നിന്നു. കമലയും ഒന്ന് ചിരിച്ചു കാണിച്ചു കേട്ടോ വേഗം വേദ. എന്നിട്ട് വേഗം വന്നിട്ട് വിക്രത്തിന്റെ ഒരു ഒറ്റ ഇടിയൊക്കെ കൊണ്ട് കൈവച്ച് കൊണ്ട് കൊടുത്തിട്ട് ആളകത്തേക്ക് അങ്ങ് കയറി പോവാണ് കേട്ടോ. അപ്പൊ ഡി എന്ന് പറഞ്ഞ ഇവനും പുറകെ ചെന്നു. ഡേ, നീ എന്തിനാടി ഇങ്ങോട്ട് വന്നത്? പോ, തിരിച്ച് വീട്ടിൽ പോവാനല്ലേ പറഞ്ഞത്? ഒന്നും നോക്കിയില്ല, ആള് ഭയങ്കര സ്ട്രോങ്ങാ. ഞാൻ എന്റെ വീട്ടിലേക്ക് തന്നെയാ വന്നത്. ഇത് നിന്റെ വീടല്ല എന്ന് പറഞ്ഞ രാധ. അത് പറയാൻ നീ ആരാ? ചോദിച്ചു കേട്ടില്ലേ? നിനക്കെന്താ ഇവിടെ അധികാരം? അപ്പൊ രാധ മിണ്ടുന്നില്ല, മിണ്ടാതെ ഇങ്ങനെ നിൽക്കാണ്. അതെ, ചോദിച്ചു കേട്ടില്ലേ നിന്നോട്? അപ്പൊ എന്താ മിണ്ടാത്തത് എന്ന് ചോദിച്ചു. അപ്പൊ കുറച്ചു നേരം ആളിങ്ങനെ ആലോചിച്ച് നിന്നിട്ട്, ഞാനേ ഈ വീട്ടിലെ മരുമോളാകാ പോകുന്ന ആളാ, എന്നാലേ എന്നിട്ട് സംസാരിച്ചാ മതി. ഓൾറെഡി ഞാൻ മരുമകളായിട്ട് വന്ന് കേറിയവളാ എന്ന് പറഞ്ഞു. നീ മിണ്ടരുത് എന്ന് രാധയോട് പറഞ്ഞു. നീ എങ്ങനെയാടി മരുമോളാകുന്നത്? ഇനിയും എന്റെ ഭർത്താവിന് മനസ്സിലായില്ലേ? ഭാര്യയ്ക്കും ഭർത്താവിനിടയിലും എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് പറഞ്ഞു തീർക്കണം. അതുകൊണ്ടേ പിന്നെ ഒരു കാര്യം പറഞ്ഞേക്കാം, അല്ലാതെ പുറത്തു നിന്നുള്ളവർ ഇടപെടുന്നത് അത്ര സുഖമുള്ള കാര്യമൊന്നും അല്ല, മനസ്സിലായോ എന്ന് ചോദിച്ചു. നീ അതിനെങ്ങനെയാടി നീ എന്റെ ഭാര്യ ആവുന്നത് എന്ന് ചോദിച്ചു. താലി കെട്ടിക്കഴിഞ്ഞാല് അത് സമ്മതിച്ചാലും ഇല്ലെങ്കിലും ഭാര്യ ഭാര്യ തന്നെയാണ്, അതാദ്യം മനസ്സിലാക്കുക നിങ്ങൾ എന്ന് പറഞ്ഞു. അപ്പൊ ഇവർ രണ്ടുപേരും പടയാണ്. ഇനി ഇത് പറഞ്ഞ് എന്റെ കൺട്രോൾ കളയരുത്. ഈ നിമിഷം നീ ഇവിടെ നിന്ന് ഇറങ്ങിയില്ലെങ്കിൽ തൂക്കിയെടുത്ത് നിന്നെ ഞാൻ എന്ന് പറഞ്ഞു. ഈ സമയത്താണ് മാഷ് അങ്ങോട്ട് വരുന്നത്. നിർത്തടാ എന്ന് പറഞ്ഞോണ്ട്. അപ്പൊ മാഷ് നേരെ അകത്തേക്ക് കയറി വന്നു. അപ്പൊ വേഗം തന്നെ വേദ ദളിത്തിരുന്ന വേഗം ചാടി എഴുന്നേക്കാണ്. എന്താണെങ്കിലും ഞാൻ അകത്ത് കയറരുതെന്ന് പറഞ്ഞിട്ട് അത് അനുസരിക്കാതെ ധിക്കരിച്ചതല്ലേ, ഇനി എഴുന്നേറ്റ് ബഹുമാനിക്കണം എന്ന് നിർബന്ധമില്ല എന്ന് മാഷു പറഞ്ഞു. എന്തിനാ ഈ ബഹളം? അത് വിക്രം വേദയെ ഇന്നലെ വീട്ടിൽ കൊണ്ടുവന്ന് ആക്കിയതാ. അവള് രാവിലെ തന്നെ തിരിച്ച് ഇങ്ങോട്ടേക്ക് തന്നെ പോന്നിരിക്ക. അതാ ഈ പ്രശ്നത്തിന് കാരണം. കാര്യങ്ങളൊന്ന് സമാധാനത്തോട് പറഞ്ഞ. ഇനി എങ്ങനെ സമാധാനത്തോട് പറയണം കമല, നീ പറ എന്ന് പറഞ്ഞു. അതുകൊണ്ട് പറഞ്ഞാൽ കേൾക്കുന്നവരും മനസ്സിലാക്കുന്നവരും ആയിരുന്നുവെങ്കിൽ ഇത് എന്താണെങ്കിലും അനുസരിക്കായിരുന്നു. ഇപ്പൊ നിന്റെ മോന്റെ കാര്യത്തിൽ നടന്ന വഴിയിലൂടെ തെളിയിക്കാൻ മാത്രമേ നമുക്ക് യോഗം ഉണ്ടായിട്ടുള്ളൂ. പക്ഷേങ്കില് അവൻ താലി കൊണ്ടുവന്ന പെൺകുട്ടിയുടെ കാര്യത്തിലും അത് തന്നെ ആയിരിക്കും മിക്കവാറും വിധി എന്ന് ഇങ്ങനെ മാഷ പറയുകയാണ് കേട്ടോ. അപ്പൊ എല്ലാവരും ഇങ്ങനെ നോക്കി നിൽക്കുന്നു. ആ ഒരു കാര്യം ഞാൻ അങ്ങ് പറഞ്ഞേക്കാം, ആരും അയ്യോ പാവം വിചാരിച്ച് ഈ വന്ന് കയറിയത് ഈ വീട്ടിലെ മരുമകളാണെന്ന് വിചാരിച്ചു പോവരുത് എന്നായിരുന്നു പിന്നെ അച്ഛന്റെ ഒരു വർത്തമാനം. അപ്പൊ വേദയ്ക്കാകെ ഷോക്കായി പോയി കേട്ടോ അച്ഛൻ അങ്ങനെ പറഞ്ഞതൊക്കെ. പക്ഷെ എങ്കിലും പിടിച്ചു നിൽക്കാതിരിക്കാൻ വേദയെ കൊണ്ട് കഴിയില്ല. മാഷേ വേണ്ട, നിന്റെ മകന്റെ ചെയ്തി കൊണ്ട് ഇത്രയും കാലം എന്റെ മനസ്സ് മാത്രമേ ഉരുകിയിട്ടുള്ളൂ.
പക്ഷെ ഇപ്പൊ മറ്റൊരച്ഛന്റെ നെഞ്ചുകൂടി പിടയുന്നുണ്ടെന്നുള്ള കാര്യം മറന്നു പോണ്ട എന്ന് പറഞ്ഞു. അത് കാണാതിരിക്കാൻ എനിക്കാവില്ല കമല, അതുകൊണ്ടാണ് ഞാൻ ഈ പറയണത്. പിന്നെ എല്ലാവരും ഇങ്ങനെ നിൽക്കണം കേട്ടോ. 2 നേരം ഭക്ഷണം കഴിക്കാനും എവിടെയെങ്കിലും തലയായിക്കാനുമായിട്ട് വാടകയില്ലാത്ത ഒരു അതിഥി വന്ന് കയറി എന്ന് മാത്രം വിചാരിച്ചോണം. അല്ലാതെ വേറെ ഒന്നും ഒരാള് പോലും ഈ കുടുംബത്തിലായിട്ട് അതിൽ കൂടുതലൊരു ബന്ധവും ആർക്കും ഈ കുടുംബത്തിൽ വേണ്ട എന്ന് പറഞ്ഞു. ഇത് എന്റെ തീരുമാനമാണ്. നിന്റെ മകനും ഈ കുട്ടിയും തോൽപ്പിച്ചു കളഞ്ഞ ഒരാളില്ലേ, ജസ്റ്റിസ് ശങ്കരനാരായണൻ, ആ മനുഷ്യനില്ലേ, അയാൾക്ക് വേണ്ടിയിട്ട് സുധാകരൻ മാഷിന്റെ ഒരു തീരുമാനമാണ് കേട്ടോ എന്ന് പറഞ്ഞ് മാഷ് അകത്തേക്ക് കയറിപ്പോയി കേട്ടോ. അപ്പൊ ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. ഇനി ഒരു ശബ്ദം ഇതിന്റെ പേരിൽ പൊങ്ങി കേൾക്കരുത്, ഇനി കേൾക്കാൻ പാടില്ല എന്ന് തന്നെ മാഷ് തറപ്പിച്ച് പറഞ്ഞിട്ട് അകത്തേക്ക് കയറി പോവാണ്. അപ്പൊ അവിടെ ഇരുന്ന ഇവക്ക് വെച്ചിരുന്ന ഈ ബെഡും തലവണയൊക്കെ ചുരുട്ടി എടുത്തിട്ട് അകത്തേക്ക് കയറി പോവാണ് നമ്മുടെ നന്ദിനി. ഇതെന്തീ കാണിക്കുന്നത് എന്ന് ശ്രീജ ചോദിച്ചപ്പം അച്ഛൻ പറഞ്ഞ കേട്ടില്ലേ, അച്ഛൻ പറഞ്ഞാൽ ഞാൻ അതേപടി അനുസരിക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇതെല്ലാം എടുത്ത് അകത്തേക്ക് പോയത്. അപ്പൊ എല്ലാവരും അങ്ങോട്ടേക്ക് പോവാണ്. അപ്പൊ വേഗം തന്നെ രാധ ഞാൻ പോവാ അമ്മേ എന്ന് പറഞ്ഞുകൊണ്ട് രാധ കരഞ്ഞുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങിപ്പോയി. എന്നിട്ട് ആള് ഭയങ്കര സങ്കടത്തിൽ നിന്ന് പുറത്തു പോയി നിന്ന് കരയാണ് കേട്ടോ. അപ്പൊ അമ്മയും വേദിയും ഒക്കെ ഇങ്ങനെ നിൽക്കുകയാണ്. ഇനി എന്താ തീരുമാനം എന്ന് ഒരു പിടുത്തമില്ല. എല്ലാവർക്കും ആകെ സങ്കടമായി. അപ്പൊ അതോടെയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. ഇനി നമ്മുടെ വിക്രത്തിനെ ഇത്ര വരപ്പിക്കാൻ പോവാണ് നമ്മുടെ വേദ. നാളത്തെ നല്ല അടിപൊളി വിശേഷമാണ് കേട്ടോ. അപ്പൊ എല്ലാവരും വെയിറ്റ് ചെയ്യുക. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, തൊട്ടടുത്ത് ആ ബെൽ ബട്ടൺ കൂടെ ഒന്ന് ഞെക്കുകയാണെങ്കിൽ ഞാൻ ഇടുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. പുതുപുത്തൻ വിശേഷമായിട്ട് എത്താം. ബൈ ആൻഡ് സീ യു അഗെയിൻ.